ഹായ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പോസ്റ്റർ മേക്കിങ്ങിൻ്റെ ഒരു ബിഗിനർ ലെവൽ പോസ്റ്റർ മേക്കിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു 1 ഹവറോളം ലെങ്ത് വരുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. സോ ഇന്നത്തെ വീഡിയോയിലും നമുക്ക് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ടൈപ്പ് പോസ്റ്ററാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മളൊരു ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രൊമോഷണൽ പരമായിട്ട് ഒരുപാട് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മെയിൻലി ടെക്സ്റ്റിനും കാര്യങ്ങളൊക്കെ, അതായത് ഒരുപാട് ഫോണ്ടുകളിലും എഴുത്തുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള പോസ്റ്ററായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ മിനിമലായിട്ട് ക്രിയേറ്റീവായിട്ട് പ്രൊഫഷണലായിട്ട് അത്യാവശ്യം കളേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ സിമ്പിളായിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഫയൽസ് കാര്യങ്ങളൊക്കെ ഞാനൊരു ഡ്രൈവ് ലിങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. സോ അതിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ആ ഫയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ കൂടെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് അതേപോലെ തന്നെ കേട്ടിട്ട് നിങ്ങൾക്കും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ വരും. ഇവിടെയാണ് നമ്മുടെ പോസ്റ്ററിൻ്റെ ഹൈറ്റ് വെടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ആർട്ട് ബോർഡാണോ വേണ്ടത് അത് നമ്മൾ ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനോട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് വെടുത്ത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. വെടുത്ത് നമ്മൾ 2160 ഹൈറ്റ് നമ്മൾ 2700 കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ സെയിം സൈസ് തന്നെയാണ് ചെയ്യുന്നത്. സോ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ആർട്ട് ബോർഡ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. സോ ഈ ഒരു ആർട്ട് ബോർഡിലാണ് നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളത്. സോ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോൾഡർ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും ഇമേജ് ഫയൽ കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. അതിൽ 2 ഫയൽ കൂടി ഉണ്ടാകും. സോ ഇതാണ് നമ്മൾക്ക് ഇന്ന് യൂസ് ചെയ്യാനുള്ള ഒരു ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഈ പെപ്സിയുടെ ബോട്ടിലിൻ്റെ ഇമേജ് നമ്മുടെ ആർട്ട് ബോർഡിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. നേരെ ഫോട്ടോഷോപ്പിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. സോ നമുക്കിവിടെ ആ ഒരു ബോട്ടിലിൻ്റെ ഇമേജ് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇമേജ് ആഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. സോ നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് കളർ ചൂസ് ചെയ്യണം. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ഒരു ബോട്ടിലിൽ നിന്ന് തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടും. ഓക്കെ, ഒന്നും കൂടി ഒരു റിയൽ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഒരു സാമ്യത നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ഒറിജിനൽ ബോട്ടിൽ തന്നെ നമ്മൾ നോർമലി ഒരു ബ്ലൂ കളർ സെറ്റ് ചെയ്യുന്നതിന് പകരം ഈ ബോട്ടിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ലുക്ക് ഒരു പോസ്റ്ററിന് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ നമ്മൾ ഈ ഒരു പെപ്സിയുടെ ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ഏകദേശം നമ്മളൊരു ഇതിൽ വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ബോട്ടിൽ അവിടെ സെറ്റായി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കാണാനായിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലെയേഴ്സ് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏകദേശം ഒരു സെൻട്രലൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അവിടെ സോളിഡ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം ടോപ്പിൽ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് കളറും ഇതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ഇമേജ് ആദ്യം തന്നെ ഈ ഒരു ഇമേജ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ആ ഒരു കളറ് ഈ ഒരു ഇമേജിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. സോ ഇതിൽ ഈ ഒരു ബോട്ടിൽ നിന്ന് ഒരു ബോട്ടിലിൻ്റെ ഡാർക്ക് പോർഷൻ വരുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് നമ്മളൊരു കളർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അത്യാവശ്യം ഡാർക്ക് ആയിക്കോട്ടെ. ഒരു ഡാർക്ക് കളർ നമ്മൾ ഈ ഒരു ബോട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. അത് നമ്മൾ നേരെ ഈ ഒരു മൗസ് പോയിൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഇവിടെ ഐ ഡ്രോപ്പർ ടൂൾ കിട്ടും. അത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ടിവിടെ ഓക്കെ കൊടുക്കാം.
ഓക്കെ, എടുത്ത് ഇവിടെ ഇപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു താഴെ ഒരു ലെയർ കൂടെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടൊരു ഫ്ലോർ ടൈപ്പ് ഒരു ലെയർ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫൈനൽ ഔട്ട് കണ്ടിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ലെയർ വരുന്നുണ്ട്. ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ ഈ ഫോൾഡറിലും ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോർ ലെയർ, അതായത് ഒരു ലെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു കൊടുത്തെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്നും റെക്റ്റാങ്കിൾ ടൂൾ ബാറിൽ നിന്ന് റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനൊരു റെക്റ്റാങ്കിൾ വരച്ചു. സോ അതിനിപ്പോൾ ഡിഫോൾട്ടായിട്ട് ഓൾറെഡി അതിന് വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ഇവിടെ ടോപ്പിൽ ഈ ഫിൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അത് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കളറിലോട്ട് മാറ്റാണ്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ലെയറിൽ കൊടുത്തിട്ടുള്ള ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിന് യൂസ് ചെയ്ത ബ്ലൂവിൽ നിന്ന് ഒന്നും കൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു കളറാണ് നമ്മൾ ആ ഒരു ഡിഫറൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ ആണ് നമ്മൾ ഈ ഒരു ഫ്ലോർ ലെയറിന് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പറ്റും നമ്മുടെ ബോട്ടിൽ ലെയറിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിടക്കുന്നത്. അത് നമുക്ക് ബോട്ടിലിൻ്റെ ലെയറിൻ്റെ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ ആ ഒരു ആർട്ട് ബോർഡിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു താഴോട്ട് കൊണ്ടുവരുന്നതനുസരിച്ച് ആ ഒരു ലെയർ ബോട്ടിലിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലെയർ സിസ്റ്റം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, സോ ആ ഒരു പെപ്സി ബോട്ടിലിൻ്റെ താഴോട്ട് ഇപ്പോൾ ആ ഒരു ബ്ലൂ ലെയർ വന്നിട്ടുണ്ട്, ആ റെക്റ്റാങ്കിൾ ലെയർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മൊത്തത്തിലൊരു ഡെപ്ത് എഫക്റ്റ് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ഒരു ഗ്രേഡിയൻറ്റ് എഫക്റ്റ് പോലെ നമുക്കത് ശരിക്കും ഗ്രേഡിയൻ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് തന്നെ ഓപ്ഷൻ ഉണ്ട്. സോ അതിനെക്കാട്ടി സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്കിവിടെ 2 ലെയർ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ മുകളിലൊരു ഡെപ്ത് എഫക്റ്റ് എന്ന രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സോ അതിന് നമ്മളിവിടെ റെക്റ്റാങ്കിൾ ലെയറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഒരു റെക്റ്റാങ്കിൾ ലെയറിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് ലെയർ 1 എന്ന് പറഞ്ഞിട്ടൊരു ബ്ലാങ്ക് ലെയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ലെയറിലാണ് നമ്മൾ ആ ഒരു ഇത് കൊടുക്കാനായിട്ട് പോകുന്നത്, ആ ഒരു ബ്രഷ് എഫക്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൂൾ ബാറിൽ നമുക്ക് ബ്രഷ് ഉണ്ടാകും. ബ്രഷ് സെലക്ട് ചെയ്യാം. ബ്രഷ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് എൻ്റെ ബ്രഷ് ആ ഒരു സൈസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളും വരും. അതിന് മുമ്പ് നിങ്ങളുടെ ബ്രഷ് ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഹാർഡ് റൗണ്ട് ബ്രഷൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ ഈ ബ്രഷിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സോഫ്റ്റ് റൗണ്ട് പ്രഷർ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷ് ഉണ്ടാകും. അതല്ലെങ്കിൽ ജനറൽ ബ്രഷസിൽ സോഫ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞ ബ്രഷ് ഉണ്ടാകും. അതല്ലെങ്കിൽ സോഫ്റ്റ് റൗണ്ട് പ്രഷർ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രഷ് ഉണ്ടാകും. അത് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സൈസ് കാര്യങ്ങളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനൊരു ഷോർട്ട് കീ ഉണ്ട്, സൈസ് കുറക്കാനും കൂട്ടാനും ഒരു ഷോർട്ട് കീ ഉണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യാം. ബ്രഷിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ റേഡിയസ് ആയാലും അത് ഏത് ഷേപ്പിലാണ് ബ്രഷ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിലാവും നമുക്കിവിടെ കളർ വരിക. ഓക്കെ, നമുക്ക് പലതരത്തിൽ ഈ ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് വന്നു. പലതരത്തിൽ നമുക്ക് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ ബാക്കൗട്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl Z കൊടുത്താൽ മതി.
ഇനി റിട്ടേൺ കൊണ്ടുവരണമെങ്കിൽ Ctrl+Shift+Z കൊടുത്താൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലും എന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ ഒന്നും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്തു. നമുക്കിപ്പോൾ റൗണ്ടഡ് ബ്രഷ് തന്നെയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കളർ സെലക്ട് ചെയ്യണം. കളർ സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ പറയുന്നത് മാത്രം നോക്കാതെ എൻ്റെ മൗസ് പോയിൻ്റ് എവിടേക്കൊക്കെ പോകുന്നതെന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാനും എനിക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യം കുറയും ചെയ്യും. ഓക്കെ, സോ മൗസ് പോയിൻ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു ബ്രഷിന് കളർ സെലക്ട് ചെയ്യണം. നേരത്തെ നമ്മൾ ഇതിൽ നിന്നൊരു ഡാർക്ക് കളറായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മളൊരു ലൈറ്റ് കളറാണ് ചൂസ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേഡിയൻ്റ് ഡെപ്ത് ഇഫക്റ്റ് കൊടുക്കാനായിട്ടാണ്. സോ ഏകദേശം ഒരു ലൈറ്റ് കളർ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, സോ ഇനി നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ, അതിനു മുമ്പ് ഇവിടെ ഒപ്പാസിറ്റി ഞാനിവിടെ 23 കൊടുത്തിട്ടുള്ളത്. ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ 88 കൊടുത്തിട്ടുള്ളത്, 88 കൊടുത്തിട്ടുള്ളത്. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി സെറ്റായിട്ട് വരുന്നതാണ്. സോ നിങ്ങളിതിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. സോ ഈ ഒരു രീതിയിലോട്ട് നിങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ചെയ്യുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. ഓക്കെ, സോ എന്നിട്ട് നിങ്ങളിവിടെ ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ മാത്രമായിട്ട് ഒരു ലൈറ്റ് എഫക്റ്റ്, ഇത് ഗ്രേഡിയൻ്റ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. ബട്ട് ഒന്നും കൂടി സിമ്പിളായിട്ട് നമുക്കിത് പെട്ടെന്ന്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഏകദേശം നമുക്ക് ഒരു ഇത് തോന്നുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു, അപ്പോൾ അങ്ങനെ ടച്ചപ്പ് കഴിഞ്ഞു. ഓക്കെ, ഒരു എഫക്റ്റ്, അതായത് ഒരു ഡെപ്ത് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിലോട്ടൊരു ഫോക്കസ് കിട്ടുന്ന രൂപത്തിൽ സൈഡിലൊക്കെ ഡാർക്കും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളറിലോട്ട് ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്താണ്. ആ ഒരു ലെയർ ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു ലെയർ ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്നാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ലെയർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ലെയറിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു റിയൽ എഫക്റ്റ് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ പെപ്സിൻ്റെ ഈ ഒരു ക്യാനിൻ്റെ ഒരു കോപ്പി എടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരു സബ്സ്ക്രൈബർ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ള കാര്യമാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+J പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പെപ്സിയുടെ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കോപ്പി ഒന്നായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമുക്ക് Alt കീ പ്രസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് കീബോർഡിൽ കാണാൻ പറ്റും, Alt കീ പ്രസ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ മൗസിൽ ഒരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ടാവും. Alt കീ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ഞാനിവിടെ ഒരു കോപ്പി എടുക്കുകയാണ്. സോ നിങ്ങൾക്കിവിടെ ലെയറിലും കാണാൻ പറ്റും, ആ ഒരു 2 ലെയറായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൻ്റെ കോപ്പി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ലെയർ കൂടി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം.
ഓക്കെ, ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കംഫോർട്ടിനനുസരിച്ചും നിങ്ങളുടെ ലുക്കിനനുസരിച്ചും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ അതേപോലെ തന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കൊരു പെർഫെക്ഷൻ തോന്നുന്ന രീതിയിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഏകദേശം ഈ മെയിൻ ഒബ്ജക്റ്റ് ഏകദേശം ഒരു സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു എയറിൽ നിൽക്കുന്ന രൂപത്തിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ഫൈനൽ ഔട്ടായി വരുമ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ തന്നെ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷൻ കിട്ടും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, വീഡിയോ ലെങ്ത് ആവുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. സോ നമ്മളിവിടെ 2 ലെയറും ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയറിന്, ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിന് ഒരു ചെറിയ ഒരു ബ്ലർ എഫക്റ്റ് കൊടുക്കണം. അതായത് ഈ ഒരു മെയിൻ ലെയറിലോട്ട് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ നമ്മൾ ചെറുതായിട്ട് ബ്ലർ എഫക്റ്റ് കൊടുക്കാനായിട്ട് പോകണം. സോ അതിനായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ഇവിടെ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബ്ലർ എഫക്റ്റ് അവിടെ വരും. സോ ഇവിടെ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൂടുതൽ ബ്ലർ കൊടുക്കണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ചേഞ്ച് ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതലാക്കാം. ഞാനിവിടെ അധികം ബ്ലർ എഫക്റ്റ് കൊടുക്കുന്നില്ല, ചെറിയൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മെയിൻ ലെയറിനൊരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ലെയറിന് കുറച്ചൊരു ബ്ലർ കൊടുക്കുക എന്നുള്ളൂ. സോ ബ്ലർ കൊടുത്തു. ഇനി വേണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്കൊരു മോഷൻ എഫക്റ്റും കൊടുക്കാം. അതിനായിട്ട് ഫിൽറ്ററിൽ ബ്ലറിൽ തന്നെ പോയി കഴിഞ്ഞാൽ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ എയറിൽ ഇങ്ങനെ ഒരു മൂവിങ് ഒബ്ജക്റ്റ് പോലെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അതിൽ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൂ, ഒരു 20 ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. സോ എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ ബ്ലറും സെറ്റായി. ഇനി നമുക്ക് മുകളിൽ കുറച്ച് സൈഡിലും ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൊടുക്കണം. അതിൻ്റെ PNG ഞാൻ ആ ഫയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഐസ് ക്യൂബിൻ്റെ ഇമേജ് നമ്മൾ ആഡ് ചെയ്തു. സോ ഇനി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് വെക്കാം. ഓവറാവാത്ത രീതിയിൽ നമുക്ക് ഐസ് ക്യൂബും എയറിൽ നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ കോപ്പി എടുക്കാനായിട്ട് ഞാനിവിടെ ഓൾട്ട് കീയാണ് യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ Ctrl+J വെച്ചിട്ട് കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വലിച്ചാൽ മതി. സോ അങ്ങനെ 2-3 പൊസിഷനിൽ ഞാനും ഇതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്തിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഐസ് ക്യൂബിൻ്റെ ലെയർ എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ലെയറിൻ്റെ താഴോട്ട് വെച്ചാൽ മതി. ഓക്കെ, സോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഐസ് ക്യൂബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് നമുക്കിവിടെ സൈഡിലും ഒരു ഡെപ്തിൽ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഐസ് ക്യൂബിന് ബ്ലർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ബ്ലർ
നമുക്ക് കൊടുക്കാനുണ്ട്. അത് നമ്മൾ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് അത് ശരിക്കും ഒരേ ഐസ് ക്യൂബിന് കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ കൊടുക്കാതിരുന്നതാണ്. ഓക്കെ, സൈഡിലൊക്കെ ഐസ് ക്യൂബ് വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലോട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ എലമെൻറ്റ്സ് കാര്യങ്ങളും ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ലീവ്സോ മിൻറ്റ് ലീവ്സ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സോ ജസ്റ്റ് ഐസ് ക്യൂബിൻ്റെ പൊസിഷന് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാതും ഒരേ ഐസ് ക്യൂബ് കോപ്പി എടുത്ത് വെച്ചതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊസിഷന് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ പൊസിഷൻ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇങ്ങനെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം കീ ഓപ്പൺ ആവും. സോ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് വെർട്ടിക്കലി അതിനെ ഫ്ലിപ്പ് ചെയ്യണം, അതായത് മിറർ ചെയ്യാന്നൊക്കെ പറയും. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പൊസിഷന് നേരെ അപ്പുറത്തെ സൈഡിലോട്ട്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന സാധനം ലെഫ്റ്റ് സൈഡിലോട്ട് അതിൻ്റെ ഡൈമെൻഷൻ മാറ്റാനും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറ്റാനും നമ്മൾ വെർട്ടിക്കലി ഹൊറിസോണ്ടലി നമ്മൾ ഫ്ലിപ്പ് ചെയ്യാനായിട്ടാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിൽ ഫില്ലായി നിൽക്കുന്ന രൂപത്തിൽ തന്നെ ആക്കുകയാണ്. സോ ഇനി നമുക്ക് ഇതിനൊക്കെ ഒരു മോഷൻ ബ്ലറും അല്ലെങ്കിൽ ഗോഷ്യൻ ബ്ലർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ അതിനായിട്ട് നമ്മൾ ഓരോ ലെയർ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മളതിന് ചെറിയൊരു മോഷൻ ബ്ലർ കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു മോഷൻ എഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് ഓവറായിട്ട് കൊടുക്കണ്ട, ചെറുതായിട്ട് കൊടുത്താൽ മതി. ഈ ലെയറിനും അതുപോലെ തന്നെ കൊടുക്കുകയാണ്. സോ ഇതെങ്ങനെ കൊടുക്കാമെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഓക്കെ, ഈ ഒരു ഇതിന് വേണമെങ്കിൽ നമുക്ക് ഗോഷ്യൻ ബ്ലറും ആഡ് ചെയ്യാം. ഒന്നുകൂടി ഒരു ബ്ലർ എഫക്റ്റ് ഇടാനായിട്ട് താഴെയുള്ള ലെയറിനും അതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാം. നമ്മൾ സൈഡിൽ നിന്ന് ഗോഷ്യൻ ബ്ലറാണ് കൊടുക്കുന്നത്. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഒരു ക്യാമറ ഫോക്കസ് ഇതിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ മൊത്തത്തിലൊരു ടോട്ടൽ പേർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു ക്യാമറ ലുക്ക്. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സൈഡിലുള്ള ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഫോക്കസ് പോവാതെ നമ്മൾ ഇപ്പോൾ പോർട്രേറ്റ് മോഡിൽ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ആ ഒരു സബ്ജക്റ്റിന്, നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയില്ല, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. റിയൽ ഫോട്ടോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ എത്രത്തോളം നമ്മൾ ഡിസൈൻ നമ്മൾ സമയമെടുത്ത് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ റിയൽ എഫക്റ്റ് നമുക്ക് റിയൽ ലുക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഈ ഒരു ഐസ് ക്യൂബിനും നമ്മൾ സെയിം ഗോഷ്യൻ ബ്ലറും മോഷൻ ബ്ലറും ആഡ് ചെയ്യാണ്. ഇതിനും ലേശം മോഷൻ ബ്ലർ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനൊരു എഫക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു
ഐസ് ക്യൂബിൻ്റെ ഒക്കെ ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു റിയൽ ലുക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ ലെയർ ലേശം കണ്ടിട്ട്, കാരണം ഐസ് ക്യൂബ് നമുക്ക് ഏകദേശം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആയതുകൊണ്ട് ലേശം ഒപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് 100%ലാവും ഓൾറെഡി കിടക്കുന്നുണ്ടാവുക. സോ അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വിസിബിലിറ്റി കുറയുന്നതും കൂടുന്നതും കാണാൻ പറ്റും. എത്രത്തോളം നമുക്ക് സ്ക്രീനിൽ അത് കാണണം എന്നുള്ളത് നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ അത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെക്കുക, ഒരു ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട്, ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെക്കുക എന്നുള്ളൂ. ഓക്കെ, സോ ഇതിലെ ഐസ് ക്യൂബ് ലെയറും ഒന്ന് കുറച്ച് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഇമേജ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഷാഡോ കൊടുക്കണം. ഈ 2 ലെയറിനും നമുക്കൊരു ഷാഡോ കൊടുക്കണം. ഷാഡോ കൊടുക്കാനായിട്ട് ഈ ലെയറിൻ്റെ താഴെ, അതായത് ഈ ബോട്ടിൽ ലെയറിനും ഈ 2 ബോട്ടിൽ ലെയറിനും താഴെയായിട്ട്, എന്നാൽ താഴെയുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെ മുകളിൽ നമുക്ക് ഷാഡോ വരണം. എന്നാൽ ഈ ബോട്ടിലിനെ താഴെയായിട്ടാണ് അത് കാണേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ റെക്റ്റാങ്കിൾ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് മുകളിലൊരു ബ്ലാങ്ക് ലെയർ ഇവിടെ സെലക്ട് ചെയ്യാണ്. സോ അങ്ങനെ ഒരു ലെയർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് ടൂളിലോട്ട് പോകണം. ബ്രഷ് ടൂൾ എടുത്തിട്ട്, ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു ബ്രഷാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ഓപ്ഷൻസ് വരും. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് യൂസ് ചെയ്ത് ആയതുകൊണ്ട് ഇവിടെ ഷാഡോ കൊടുക്കുന്ന ബ്രഷ് ഓൾറെഡി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബ്രഷ് കിട്ടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഈ ഒരു 2 നോഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷ് ഓക്കെ അതുപോലത്തെ ഒരു ടൈപ്പ് ബ്രഷ് നിങ്ങൾക്കും കിട്ടും. ഓക്കെ, സോ അത് കഴിഞ്ഞ് എൻ്റർ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ ഔട്ട് സൈഡിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ക്ലോസ് ആവും. സോ എൻ്റർ പ്രസ് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്ത്, ഇനി ബ്രഷ് ടൂള് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു നേരത്തെ കൊടുത്തിട്ടുള്ള, അതായത് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റുമാണ്. സോ ഓപ്പൺ ബ്രാക്കറ്റ്, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അതിലെന്താണ് പേരെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് പറയാത്തതാണ്, എഴുതി കാണിക്കാമെന്ന് പറയുന്നതാണ്. ഓക്കെ, സോ അത് ഇങ്ങനെ നമ്മൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. വേറൊരു മാർഗം കൂടി ഉണ്ട്. അതായത് നിങ്ങൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ മൗസ് താഴോട്ടും മുകളിലോട്ടും ആയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഹാർഡ്നെസ്, ആ ഒരു ബ്രഷിൻ്റെ ഹാർഡ്നെസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസ് കീ ഓൾട്ട് പ്രസ് ചെയ്ത് റൈറ്റ് കീ ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും യൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഡിഫോൾട്ടായിട്ടുള്ള ബ്രഷിനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യണം. കളർ സെലക്ട് ചെയ്യുമ്പോൾ ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ സെലക്ട് ചെയ്യുക. അതായത് ആ ഒരു റെക്റ്റാങ്കിൾ ലെയറിൽ നമുക്ക് എടുത്ത് കാണിക്കും വേണം, എന്നാൽ പറ്റ ബ്ലാക്കിലോട്ട് പോകാത്ത രീതിയിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളറിൻ്റെ ഒന്നും കൂടി ഡാർക്കായിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. സോ അത് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ടാബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഷാഡോ അവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ബോട്ടിലെ ഒരു ഷാഡോ, ഏകദേശം ഒരു ഷാഡോ, കറക്റ്റായിട്ട് നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സമയം എടുത്ത് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്നൊരു ബോട്ടിലുണ്ട്, അതിന് ചെറുതായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷാഡോ കൊടുക്കാം. ഓക്കെ, ഇനി ഒന്നും കൂടി മൊത്തത്തിൽ വലുതാക്കിയിട്ട് ഓവറോൾ ഒരു ഗ്രൗണ്ട് ഷാഡോ കൊടുക്കാം, ഒന്നും കൂടി ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓവറോൾ ഒരു റിയൽ ലുക്കിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്യാനുണ്ട്. അതായത് ഈ ഒരു മുകളിലുള്ള ഒരു
ബോട്ടിൽ സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ചെറുതായിട്ടൊരു സൈഡിലൊരു ഷാഡോ കൊടുക്കാം, ഒരു ചെറിയൊരു ഷാഡോ, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് അതിന് മുകളിൽ നമ്മൾ ഒരു ബ്ലാങ്ക് ലെയർ സെലക്ട് ചെയ്തിട്ട് മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൻ്റെയും ഇടയിലുള്ള ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഓൾട്ട് പ്രസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെയറിൽ ഈ ലെയറിൻ്റെ മുകളിൽ ഈ ഒരു ലെയർ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത്, അതെന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെയറിൽ ഇനി നമ്മൾ എന്ത് കാര്യങ്ങൾ കൊടുന്ന് വെച്ചാലും, എന്ത് ഇമേജസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്ത് ബ്രഷ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ബോട്ടിൽ ലെയറിൽ മാത്രമേ അത് വരുള്ളൂ. നമ്മളിവിടെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പുറത്ത് ഭാഗങ്ങളിലൊന്നും വരില്ല. ഈ ഒരു ഒബ്ജക്റ്റിൽ, ഈ ഒരു പെപ്സിൻ്റെ ഈ ഒരു ക്യാനിൽ മാത്രമേ വരുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാനുള്ള സമയം നമുക്കില്ല. സോ നമ്മളിവിടെ കളർ സെലക്ട് ചെയ്ത് ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മെല്ലെ ആ ഒരു ബോട്ടിലിൽ മാത്രമേ ആ ഒരു എഫക്റ്റ് വരുന്നുള്ളൂ. ബോട്ടിലോട്ട് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. ബോട്ടിലിൻ്റെ ഈ സൈഡിൽ നമ്മൾ ആ ഒരു നേരത്തെ സെലക്ട് ചെയ്ത ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഷാഡോ, ഓക്കെ, ഷാഡോ കൊടുത്തു. ഇനി നമുക്ക് താഴെയുള്ള ലെയറിലും അതേപോലെ ചെയ്യണം. അതിനായിട്ട് താഴെയുള്ള ലെയർ സെലക്ട് ചെയ്തിട്ട് മുകളിലൊരു ബ്ലാങ്ക് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ഈ ഒരു സ്പേസിൽ ഇങ്ങനൊരു ഐക്കൺ, അവിടെ മൗസ് പോയിൻ്റ് അങ്ങനെ മാറുന്ന കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഈ ഒരു ലെയറിലോട്ട് മാസ്കായി എന്നുള്ള ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തെന്നുള്ളൊരു ഐക്കണും ഇവിടെ ആരോ കാണാൻ പറ്റും. എന്നിട്ട് ബ്രഷ് ടൂളൊന്ന് ചെറുതാക്കിയിട്ട് ഇവിടെയും ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കൂടുതൽ കൊടുക്കണ്ട. പക്ഷേ ലൈറ്റ് വരുന്നൊരു പൊസിഷനിൽ നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടില്ല. ഓക്കെ, കൂടുതൽ ഷാഡോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇമേജ് പരമായിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇവിടെ പെപ്സിയുടെ ഒരു ലോഗോ ആഡ് ചെയ്യണം. ഇവിടെ ഒരു വെബ്സൈറ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ മൊത്തത്തിലൊരു ഹെഡിങ്ങും കൊടുക്കണം. ഓക്കെ, സോ അത്ര കാര്യങ്ങളാണ് ഇനി നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ പെപ്സിയുടെ ലോഗോ ആദ്യം ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. വെബ്സൈറ്റ് ലോഗോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ആ ഒരു സൈഡിലായിട്ട് നമ്മളൊരു പെപ്സിയുടെ ലോഗോ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനൊരു മാർജിൻ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. സോ അത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് കാണാത്ത ആരെങ്കിലും തന്നെ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാ സൈഡിലും ഒരേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരേ രീതിയിൽ സെറ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു മാർജിന്, ആ ഒരു ഔട്ട്ലൈനിന് പുറത്ത് പോകാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഗൈഡ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഗൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ന്യൂ ഗൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ സെലക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ മാർജിൻ വന്നിട്ടുണ്ട്. സോ ഈ പെപ്സിയുടെ ലോഗോ നമുക്ക് ആ ഒരു മാർജിനിലോട്ട് സെലക്ട് ചെയ്തേക്കാം. ഇനി മാർജിൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മാർജിൻ അവിടെ ഓഫ് ആക്കുന്നുണ്ട്. മാർജിൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. ഇനിയും വരുന്ന ഈ ഒരു പോസ്റ്ററിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം ഇതിൽ കൂടുതൽ ടെക്സ്റ്റ് പരമായിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളൊന്നും അധികം വരാത്തതുകൊണ്ട് ഇത് ഓവർ രീതിയിൽ നമ്മൾ മാർജിൻ കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യണമെന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതിന് നമ്മൾ മാർജിൻ അല്ല ഗൈഡ് ലൈൻ എന്നാണ് പറയുക. ഇത് നമുക്ക് പല രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് കൺട്രോൾ ഓർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സ്കെയില് എന്ന് പറഞ്ഞിട്ട് സ്കെയില് ഒരു ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. കൺട്രോൾ OR പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഒരു ഓപ്പണായി വരുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ
ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻ നമുക്ക് ഇതേപോലെ നമുക്ക് ഓരോ അളവ് കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ Ctrl Z അടിച്ചിട്ട് അതൊക്കെ ബാക്ക് ചെയ്യാണ്. സോ ഞാനൊരു ലോഗോ ഈ ഒരു മാർജിൻ അനുസരിച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റ് കൊടുക്കണം, മെയിനായിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ കൊടുക്കണം. സോ ഞാനിവിടെ മാർജിൻ ഒഴിവാക്കുകയാണ്. എനിക്ക് മാർജിൻ്റെ ആവശ്യമില്ല, കാരണം ഞാനിവിടെ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിച്ച് വന്നുകൊണ്ട് എനിക്ക് ഓൾറെഡി ആ ഒരു അളവും കാര്യങ്ങളും എങ്ങനെ കൊടുത്താൽ വൃത്തി കിട്ടും, എങ്ങനെ കൊടുത്താൽ വൃത്തി കിട്ടില്ല എന്നുള്ള ആ ഒരു അളവും കാര്യങ്ങളും നമുക്ക് ഓൾറെഡി നമ്മുടെ എക്സ്പീരിയൻസ് ത്രൂ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് മാർജിൻ്റെ ആവശ്യം ഇപ്പോൾ വരില്ല. ബട്ട് ഒരു ബിഗിനർ ലെവലിലുള്ള ആളുകൾക്ക് മാർജിൻ വെച്ച് ചെയ്ത് ശീലിച്ച് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ആ ഒരു ക്യാപ്ഷൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കോപ്പി ചെയ്തു. എന്നിട്ട് ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഓപ്ഷൻ വരും, നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി നമ്മൾ Ctrl V പ്രസ് ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്താണ്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കാനാവും, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു. ആ ഒരു ക്യാപ്ഷൻ ഓവർ വലുപ്പത്തിൽ കാര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വലുപ്പത്തിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് മിനിമലായിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഓവർ വലുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്ററിൻ്റെ ആ ഒരു ലുക്കിനെ ബാധിക്കും. സോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഗോതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ്. ആ ഒരു ഫോണ്ട് ഞാൻ ഓൾറെഡി ആ ഒരു ഫയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളെ പ്രസൻറ്റേഷനിടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. നമ്മളെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ബെറ്ററായിട്ട് വരുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കുറച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ബട്ട് നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഇടയിൽ വന്നു പോകുന്നതാണ്. ഓക്കെ, സോ നമ്മൾ കൂടുതൽ പ്രസൻറ്റേഷനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ മിസ്സായി പോകും. ഓക്കെ, ഇതിലെന്തെങ്കിലും മിസ്സായിക്കണം എന്നുള്ളത് അറിയില്ല. ഇനി നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, എന്തായാലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഫോണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. മലയാളം ഫോണ്ടുകളാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫോണ്ടിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത്. സോ ഇതിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഗോതം എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഗോതം ഫോണ്ടിന് തന്നെ ഒരുപാട് വേരിയേഷൻസ് ഇതിലുണ്ടാകും. സോ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിസ്റ്റത്തിലോട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ഇതിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. സോ ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ഒരു സ്പാർക്കിംഗ് മൊമെൻറ്റ്സ് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് വൈറ്റ് കളറിലാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ബോക്സിൽ ഈ ബ്ലാക്കുള്ളടത്ത് നമ്മൾ വൈറ്റ് കളർ സെറ്റ് ചെയ്യുന്നു. അവിടെ നമുക്ക് അപ്പോൾ തന്നെ ആ ഒരു ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റിഫ്രഷ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഒരു ബോൾഡായിട്ട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗോതം ബോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യാണ്. ഒരു ഹൈറാർക്കി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വിഷ്വൽ ഹൈറാർക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, റിഫ്രഷ്മെൻറ്റ് എന്നുള്ളത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു ഇതിനും തമ്മിലുള്ള ലൈൻ സ്പേസിങ് നമുക്ക് ഓർക്കണം. അതായത് ഈ ഒരു ലൈനിൻ്റെ ഇടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് കുറച്ച് വെക്കണം. സോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. സോ ലെറ്റർ സ്പേസിങ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ലെറ്റർ സ്പേസിങ് ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും.
മൗസ് സ്ക്രോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഒരു -20 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതേ സൈസ് കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ലെയറിന്, അതായത് ഈ ഒരു ലൈനിന് ഞാനൊരു 20 പോയിൻറ്റും ഈ ഒരു ലെയറിന് ഒരു 37 പോയിൻറ്റും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. സോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ സ്പേസ് ഒന്നും കൂടി കൂട്ടാം. നിങ്ങൾ ഇതേപോലെ എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. സോ അത് ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാനായിട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി ഗോതം ബോൾഡിലാണ് നിൽക്കുന്നത്. നമുക്ക് അത്ര ഒരു ബോൾഡ് വേണ്ട. ഗോൾഡൻ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഗോതം ബുക്കും വേണ്ട, നമുക്ക് ഗോതം റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസ് ഉണ്ടാകും. ഗോതത്തിൽ ഒരുപാട് സൈസസ് അവൈലബിൾ ആണ്. സോ ഗോതം ബുക്ക് റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈസിൽ നമ്മളൊരു പെപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മളിവിടെ കൊടുന്ന് വെക്കുകയാണ്. വളരെ ചെറുതായിട്ട് മിനിമലായിട്ട് കൊടുത്താൽ മതി. ഓക്കെ, സെൻട്രലായിട്ട് താഴത്ത് സെൻട്രലായിട്ട് കൊടുക്കുകയാണ്. അത് സെൻട്രലിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് ബോർഡ് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇവിടെ മുകളിൽ കാണുന്നത് ഇവിടെ ഈ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐക്കൺ, ഇത് നിങ്ങൾക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണ്. ഈ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ആ ഒരു തലക്കിലോട്ട് പോയാൽ കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ആ www.pepsi.com എന്നുള്ള ഈ ഒരു തലക്കിലോട്ട് പോയിട്ടുണ്ടാവും. സെൻട്രലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി വെർട്ടിക്കലി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കീസും യൂസ് ചെയ്താൽ മതി. അതായത് ഇവിടെ സെൻട്രലാണ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. ടോപ്പിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുക, താഴത്ത് അറ്റത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഫോട്ടോഷോപ്പിലുണ്ട്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പഠിച്ച് വരും. ഓക്കെ, സോ ഈ ഒരു സെലക്ഷൻ ഒഴിവാക്കാനായിട്ട് Ctrl+D പ്രസ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ ഷോർട്ട് കീയും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. Ctrl+D Ctrl+A എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മുമ്പോട്ട് റിവൈൻഡ് അടിച്ച് കണ്ടാൽ മതി. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ലെയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഭാഗത്ത് കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയേഴ്സ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഐസ് ക്യൂബിൻ്റെ ലെയർ കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഒബ്ജക്റ്റിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെയേഴ്സും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ ലെയർ പാനലിൽ വന്നിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഒന്നും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഷിഫ്റ്റ് കീ ചെയ്ത് പ്രസ് ചെയ്യുന്നതാണ്. ബട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഒരു ലെയർ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടുള്ള ലെയർ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഡൗൺ ആരോ കീ യൂസ് ചെയ്തിട്ടാണ് താഴോട്ട് നീക്കുന്നത്. സോ അങ്ങനെ നമുക്ക് നീക്കേണ്ടതായിട്ടുള്ള ലെയേഴ്സ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത സബ്ജക്റ്റിൻ്റെ നമ്മൾ കൊടുത്ത അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് കാര്യങ്ങൾ, അപ്പോൾ ഈ ടെക്സ്റ്റിന് ഇപ്പോൾ ഒരു സ്പേസ്, അത്യാവശ്യം സ്പേസ്, ആ ടെക്സ്റ്റ് റീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. ആ ഒരു വൈറ്റ് സ്പേസ്, ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയോണ്ട് ആ ഒരു ടെക്സ്റ്റിനും ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഓവറോൾ നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി
കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു ടച്ചപ്പ് എന്ന രീതിയിൽ നമ്മളൊരു ബ്ലാങ്ക് ലെയർ, ഏറ്റവും ടോപ്പിലൊരു ബ്ലാങ്ക് ലെയർ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെയറിന് ഇവിടെ ബ്ലെൻഡ് മോഡിൽ ഇവിടെ നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് മാറ്റിയിട്ട് നമ്മളിവിടെ ഓവർലേ എന്ന് കൊടുക്കുകയാണ്. ഓവർലേ എന്ന് കൊടുത്തിട്ട് നമ്മൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ട്, ബ്രഷ് ടൂൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത പോലെ തന്നെ റൗണ്ട് ബ്രഷ് ടൂൾ യൂസ് ചെയ്തിട്ട് റൗണ്ടായിട്ടുള്ള അങ്ങനെയുള്ളൊരു ബ്രഷ് ടൂൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പോസിറ്റി കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്ത പോലെ തന്നെ അവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ കളർ ബ്ലാക്കിൽ നിന്ന് വൈറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് ഈ ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വലുതാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ടച്ചപ്പ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു വെളിച്ചം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഫൈനൽ ടച്ച് എന്ന രീതിയിൽ ആ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് മൊത്തത്തിൽ ആ ഒരു ഫോക്കസ് കാര്യങ്ങളൊക്കെ ആ ഒരു എഴുത്തിലോട്ടും സബ്ജക്റ്റിലോട്ടും പോകുന്ന രീതിയിൽ ചെറുതായിട്ടൊരു ഓവർലേ എഫക്റ്റ് നമ്മളിവിടെ കൊടുത്താണ്. സോ ആ ഒരു ലെയർ ഓണും ഓഫും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പോസ്റ്ററിൻ്റെ ഓവർലുക്ക് തന്നെ ഒരു കംപ്ലീറ്റ്ലി എൻ്റയർലി ഒരു ഉദിച്ച് നിൽക്കുന്ന ഒരു രീതിയിലോട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റൈലിലോട്ടത് മാറിയിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിലാണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ എൻ്റയർലി ഒരു വേറെ ലുക്കിലോട്ട് മാറ്റാൻ നമുക്ക് ഈ ഒരു സിമ്പിൾ ടൂൾ വെച്ചിട്ട്, ഇത് നമ്മൾ അധികം പേര് യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. പ്രൊഫഷണലായ ഡിസൈനേഴ്സ് വരെ ഈ ഒരു ഇത് യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. പല രീതിയിൽ പലരും പലരുടെ ടേസ്റ്റ് അനുസരിച്ച് പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ എൻ്റെ രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പോസ്റ്ററിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ കമൻറ്റിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. സോ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, നമുക്ക് ഫയലിലോട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫയലിൽ വന്നു കഴിഞ്ഞാൽ ഫയൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. ഓക്കെ, ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു എക്സ്പോർട്ട് എന്ന ഒരു ഓപ്ഷനിൽ പല ഓപ്ഷൻസ് ഉണ്ട് ഇത് സേവ് ചെയ്യാനായിട്ട്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ നമ്മൾ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ഫുള്ളാക്കിയിട്ടിടുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് ഔട്ട് എടുക്കുന്നത്, നിങ്ങൾക്ക് PNG-യിലാണ് ഔട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PNG-യിൽ ഔട്ട് എടുക്കാം. JPG മതി. ഇത് സോഷ്യൽ മീഡിയ ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ JPG തന്നെ നമുക്ക് കിട്ടും. ജിഫായിട്ട് നിങ്ങൾക്ക് ഔട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ജിഫായിട്ട് നിങ്ങൾക്ക് ഔട്ട് എടുക്കാൻ പറ്റും. കാരണം ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ ചെറുതായിട്ട് വീഡിയോ ഓപ്ഷൻസ്, ആനിമേഷൻ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ജിഫായിട്ട് എടുക്കാനാണ് ആ ഒരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ JPG എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഡിഫോൾട്ടായിട്ട് JPG ആവും അവിടെ ഉണ്ടാവുക. സോ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇനി നമുക്ക് നേരെ ചെയ്യാനുള്ളത് ഇവിടെ ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലൊക്കേഷനിലാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്യേണ്ടതെന്നുണ്ടാകും. ഞാനിവിടെ ട്യൂട്ടോറിയൽ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ട്. ആ ഒരു ഫോൾഡറിൽ തന്നെ നമുക്കിവിടെ നെയിം കൊടുക്കാൻ പറ്റും. ഇവിടെ പെപ്സി പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യാണ്. സോ അവിടെ സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയും ഇതുപോലെയുള്ള ഡിസൈൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഡിസൈൻ കണ്ടൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.